എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ മോയിസ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ലാവ കപ്പ് കേക്കിൻ്റെ റെസിപ്പി നോക്കാം. ഈ ഒരു കപ്പ് കേക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ്. പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റിയ അടിപൊളി ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ ബർത്ത്ഡേക്കും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നമ്മൾ 2 ദിവസം മുൻപ് ഒരു കോഫി കപ്പ് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അത് ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തൊരു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവരൊക്കെ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു തരിക. അപ്പോൾ ഈ ഒരു നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ലാവ കപ്പ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കപ്പ് കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൈദ എടുത്തിട്ടുണ്ട്. മൈദ 1 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 240 ml ഒരു കപ്പിലാണ് ഈ ഒരു മൈദ എടുത്തിട്ടുള്ളത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും ഈ ഒരു കപ്പ് കേക്കിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറവാണ് 2 നുള്ള്. ഇനി ഈ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ വാനില എസൻസിന് പകരം വാനില ചേർത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. കൊക്കോ പൗഡറിലൊക്കെ കട്ട കാണും. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അതൊരു സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ഈ ഒരു മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അപ്പോൾ ഇതൊരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വെളുത്ത പഞ്ചസാരയോ ബ്രൗൺ ഷുഗറോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ബ്രൗൺ ഷുഗറാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുത്തു. അത് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ. അപ്പോൾ ഞാനിവിടെ രണ്ടും പകുതി എടുത്തിട്ട് മൊത്തം കൂടെ ഒരു 1/4 കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ബട്ടറും അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നോ ഇങ്ങനെയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു കേക്ക് നല്ല മോയിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് തൈര്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈരിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ബട്ടർ മിൽക്ക് ആക്കി എടുക്കുകയാണ് തൈര്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തൈരാണെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നായിട്ട് തന്നെ ഇത് എടുത്ത് പുറത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടിലേക്ക് ഈ ഒരു തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ലിക്വിഡായിട്ടുള്ള എല്ലാം നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്തു. അതുപോലെ തന്നെ പൊടിയായിട്ടുള്ളതെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ മിക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നന്നായിട്ട് ഇത് കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് ബീറ്ററൊന്നും വെച്ചിട്ടല്ല ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്, വെറും കൈ കൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലും ഇത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോഴാണ് സിമ്പിൾ. ഇപ്പോൾ ഇതുപോലെ ഒരു ബാറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ലാവ കപ്പ് കേക്കാണ്. അപ്പോൾ ആ ഒരു ലാവയായിട്ട് ഉരുക്കി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചോക്ലേറ്റിൻ്റെ കുറച്ച് ക്യൂബ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ചിപ്സ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചോക്ലേറ്റിൻ്റെ ബാർ ഉണ്ടെങ്കിൽ അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഞാനിവിടെ ഈ ഒരു ബാറ്റർ 6 കപ്പ് കേക്കിൻ്റെ മോൾഡിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം 4 എണ്ണത്തിൽ ഒഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് വലിയൊരു കപ്പ് കേക്കിൻ്റെ മോൾഡാണ്. അപ്പോൾ ചെറിയ മോൾഡാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അളവിൽ 12 കപ്പ് കേക്കുകൾ വരെ കിട്ടും. നമ്മളിവിടെ 6 എണ്ണത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 180 ഡിഗ്രിയിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു ട്രേ വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 15 മിനിറ്റാണ് വന്നത്. നിങ്ങൾ കുക്കറിലും അതുപോലെ തന്നെ സോസ് പാനിലും ഒക്കെ ചെയ്യുവാണെങ്കിൽ 10 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയിട്ട് 15 മിനിറ്റ് ആകുമ്പോൾ നോക്കുക.
ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ കുക്കറോ അല്ലെങ്കിൽ സോസ് പാനോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ക്ലീനായിട്ട് വരും. അഥവാ നിങ്ങൾ ചോക്ലേറ്റിലാണ് കുത്തുന്നതെന്നുണ്ടെങ്കിൽ അത് കുറച്ച് സ്റ്റിക്കി ആയിട്ട് വരും. അത് നോക്കിയിട്ട് മാറ്റിയിട്ട് നിങ്ങൾ കുത്തി നോക്കുക. ഇതൊന്ന് തണുത്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ. ചൂടോടെയും ഈ ഒരു കേക്ക് നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഐസ്ക്രീം സ്കൂപ്പിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ചോക്ലേറ്റ് ലാവ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ ട്രൈ ചെയ്യുന്ന ഫോട്ടോസൊക്കെ നമ്മുടെ ഫേസ്ബുക്ക് പേജായിട്ടുള്ള ബിൻസീസ് കിച്ചണിലേക്ക് അയച്ചു തരിക. അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്കോ മെയിലിലേക്കോ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്